വൈദിക സംസ്കാരത്തിൽ ഗർഭാധാന സങ്കല്പം എന്നത് പരമോന്നതമായ ഗുണങ്ങളും സവിശേഷതകളുമുള്ള ഒരു പുതിയ ആത്മാവിനെ വിളിക്കുന്നതിനുള്ള ശുദ്ധവും പവിത്രവുമായ ആചാരമായി കണക്കാക്കപ്പെടുന്നു. വളരുന്ന ഒരു മരത്തിനോ കൃഷിയിടത്തിനോ ഫലഭൂയിഷ്ഠമായ ഭൂമി, വിത്ത്, വളം, വെള്ളം, വായു, പ്രത്യേക സംരക്ഷണം എന്നിവ ആവശ്യമുള്ളതുപോലെ നല്ല മതിപ്പുള്ള ആരോഗ്യമുള്ള ഒരാത്മാവിനെ വിളിക്കുന്നതിന് ഗർഭധാരണത്തിന് മുമ്പ് തന്നെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് തയ്യാറെടുപ്പ് ആവശ്യമാണ്. ആയുർവേദമനുസരിച്ച് സ്ത്രീ രജസ്വലയാവുന്ന നാൾ തൊട്ട് 16 ദിവസങ്ങളാണ് ഋതുകാലം. ഇതിൽ ആദ്യത്തെ 4 ദിവസങ്ങൾ ബാഹ്യാഭ്യന്തരമായ പല കാരണങ്ങളാൽ ഗർഭാധാനത്തിന് നിഷിദ്ധങ്ങളാണ്. ആ ദിവസങ്ങളിൽ സ്ത്രീയെ പുരുഷൻ സ്പർശിക്കുവാൻ പാടില്ലെന്ന് പറയപ്പെടുന്നു. പിന്നെ ഋതുകാലത്തെ 11, 12 എന്നീ ദിവസങ്ങളിലും ഗർഭാധാനം വർജ്യമാണ്. അതുപോലെ പൗർണമി, അമാവാസ്യ, ചതുർദശി, അഷ്ടമി എന്നീ ദിനങ്ങളിലും നിഷിദ്ധമായി വിധിച്ചിരിക്കുന്നു. ഗർഭധാരണത്തിന് പുരുഷൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രായം 25 വയസ്സും സ്ത്രീയുടേത് 18 വയസ്സും ആയിരിക്കണം. 25 വയസ്സിന് മുമ്പ് പുരുഷൻ്റെ ബീജവും 18 വയസ്സിന് മുമ്പ് സ്ത്രീയുടെ അണ്ഡാശയവും ഗർഭപാത്രവും അവികസിതമായതിനാൽ ഈ പക്വതയില്ലാത്ത അവസ്ഥയിൽ ഗർഭധാരണത്തിന് ഒരു മികച്ച സന്തതിയുടെ ഉൽപാദനത്തിലേക്ക് നയിക്കാനാവില്ല. പ്രായം ഇതിലും കൂടുതലാണെങ്കിൽ അത് കൂടുതൽ മികച്ചതായി കണക്കാക്കപ്പെടുന്നു. വൈദിക വിശ്വാസമനുസരിച്ച് ഒരു ദമ്പതികൾക്ക് ഗ്രന്ഥങ്ങളിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിലൂടെ നല്ല മതിപ്പുകളുള്ള ശക്തവും മനോഹരവും ബുദ്ധിപരവും മാന്യവും നിസ്സംഗവുമായ ഒരു സന്തതിയെ സ്വന്തമാക്കാൻ കഴിയും. ഇതിനായി നിർഭയം, ആരോഗ്യകരവും ശുദ്ധവുമായ ഭക്ഷണക്രമം, വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള ക്രമമായ പഠനം, മികച്ച കൂട്ടുകെട്ട്, കർശനമായ ദിനചര്യ, ധ്യാനം തുടങ്ങിയ ചില മുൻവ്യവസ്ഥകൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. ആയുർവേദത്തെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരണം അടങ്ങിയിരിക്കുന്നു. വിവാഹശേഷം ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ഭാര്യ രുക്മിണിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അങ്ങയെപ്പോലെയുള്ള ഒരു കുട്ടിക്കായി താൻ ആഗ്രഹിക്കുന്നുവെന്ന് രുക്മിണി മറുപടി നൽകിയതായി പറയപ്പെടുന്നു. അതിനായി തനിക്കും രുക്മിണിക്കും 12 വർഷം ഒറ്റപ്പെട്ട് തടങ്കലിൽ കഴിയേണ്ടി വരുമെന്ന് ഭഗവാൻ കൃഷ്ണൻ വിശദീകരിച്ചു. അവർ അങ്ങനെ ചെയ്തു. തുടർന്ന് ശ്രീകൃഷ്ണനെ പോലെയുള്ള ഗുണങ്ങളുള്ള പ്രദ്യുമ്നൻ എന്ന കുട്ടി ജനിച്ചു. ലൈംഗിക സ്രവങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും മികച്ച ഇംപ്രഷനുകൾ വികസിപ്പിക്കുന്നതിനും മറ്റും അത്തരം ഗുണങ്ങൾക്കുമായി ആ 12 വർഷം ചെലവഴിച്ചു. ഗർഭധാരണത്തിന് മുമ്പും ബീജസങ്കലന സമയത്തും മാതാപിതാക്കളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥകൾ വരാനിരിക്കുന്ന ആത്മാവിനെ ആഴത്തിൽ സ്വാധീനിക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വിശുദ്ധന്മാർ പലതരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. മുകളിൽ സൂചിപ്പിച്ച അവസ്ഥകൾക്ക് പുറമേ ഗർഭാവസ്ഥയുടെ യഥാർത്ഥ 10 മാസ കാലയളവും വളരെ പ്രധാനമാണ്. കാരണം ഈ കാലയളവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇംപ്രഷനുകൾക്ക് നിരവധി മുൻജനനങ്ങളുടെ മതിപ്പ് കുറയ്ക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ചില പുൽക്കൊമ്പുകൾ കുങ്കുമപ്പൂവിൻ്റെ അടുത്തായി സൂക്ഷിക്കുകയാണെങ്കിൽ അവയ്ക്കും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കുങ്കുമത്തിൻ്റെ സുഗന്ധം ലഭിക്കും. നേരെ മറിച്ച് കുങ്കുമപ്പൂ മധുരപലഹാരങ്ങൾ അടങ്ങിയ ഒരു പെട്ടി ഉള്ളിക്കൂടയ്ക്കുള്ളിൽ കുറച്ച് ദിവസത്തേക്ക് വെച്ചാൽ മധുരപലഹാരങ്ങൾക്ക് ഉള്ളിയുടെ ദുർഗന്ധവും ലഭിക്കും. ഗർഭാവസ്ഥയിലുള്ള കുട്ടിയിൽ ഒരിക്കൽ ഉണ്ടാക്കിയ ഇംപ്രഷനുകൾ പിന്നീട് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓം നമഃ ശിവായ.